സംസ്ഥാനത്ത് വന്യജീവി മനുഷ്യ സംഘർഷത്തിന്റെ വാർത്തകളില്ലാത്ത ദിവസങ്ങളില്ല. ഇന്നലെയും ഇന്നുമായി മലപ്പുറത്ത് നിന്ന് വരുന്ന വന്യജീവി ആക്രമണത്തിന്റെ വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. കുറച്ചു സമയം മുൻപാണ് കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിൽ കടുവയെ കണ്ടത്. ടാപ്പിംഗ് തൊഴിലാളികളാണ് വിവരം ആദ്യം അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പ് RRT നടത്തിയ പരിശോധനയിലും കടുവയെ കണ്ടു. മലപ്പുറത്ത് തന്നെ ഇന്നലെ 3 ഇടങ്ങളിൽ വന്യജീവി ആക്രമണമുണ്ടായി. നടുവക്കാട് ബൈക്ക് യാത്രികനെയാണ് പുലി ആക്രമിച്ചത്. അകമ്പാടത്ത് കാട്ടാനകൾ വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. തിരൂർക്കാട് 3 പേരെ കുറുക്കൻ ആക്രമിച്ചു. തുടർച്ചയായുള്ള വന്യജീവി ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ. ഇന്നലെ പട്ടാപ്പകൽ മമ്പാട് മുഹമ്മദ് അലിയെ പുലി ആക്രമിച്ചു. ഇന്ന് കരുവാരുകുണ്ടിൽ കടുവയിറങ്ങി. വന്യമൃഗങ്ങൾ കാടിറങ്ങുമ്പോൾ ഭീതിയിലാണ് മലപ്പുറവും. പുലിയെ കണ്ട് പേടിച്ചു വിറച്ച് ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ലെന്ന് മുഹമ്മദ് അലി. അല്ലാ പേടിച്ച് ആകെ പിന്നെ കൂവി വിളിച്ചാലും കഴിഞ്ഞില്ല. പുല്ലിക്ക് വണ്ണം വെച്ചിട്ട് നാട്ടുകാർ ഓടിക്കൂടിയാണ് മുഹമ്മദ് അലിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വനംവകുപ്പെത്തി പരിശോധന നടത്തി. സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിക്കുമെന്ന് വനം മന്ത്രിയും പ്രഖ്യാപിച്ചു. പുറത്തേക്കിറങ്ങാൻ പേടിച്ച് മമ്പാടിലെ ജനങ്ങൾ. പ്രദേശം ആശങ്ക തന്നെയാണ്. പുലി ഇറങ്ങിയ ആശങ്ക ഉണ്ടാവില്ലേ? ആശങ്കയിൽ തന്നെയാണ്. മമ്പാട് ഇപ്പോൾ ആദ്യമായിട്ടാണ് പുലി ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങിയിരിക്കുന്നു, ഞാൻ ആക്രമണം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ പുലി ആദ്യമായിട്ട് ഇറങ്ങുന്നത്. പുലി ഇറങ്ങിയത് തന്നെ മിഞ്ഞാന്ന് 2 കിലോമീറ്റർ വിട്ട് മമ്പാട് മേപ്പാടം തറ സ്ഥലത്ത് ഇറങ്ങിയിരുന്നു. അന്ന് ഞാൻ അധികൃത വിവരം അറിയിച്ചു. അവർ സ്ഥിരീകരിച്ചില്ല. കാരണം കാൽപാദം പുലിൻ്റെ അല്ലാത്തതുകൊണ്ട് സ്ഥിരീകരിച്ചില്ല. പക്ഷേ നാട്ടുകാരുടെ അഭിപ്രായം പുലിയാണെന്ന് ഉറപ്പുവരുത്തിയാണ്. കരുവാരുകുണ്ട് കേരള എസ്റ്റേറ്റിൽ കടുവയെ കണ്ടുവെന്ന് ടാപ്പിംഗ് തൊഴിലാളികളാണ് ആദ്യം അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പ് RRT സംഘം നടത്തിയ പരിശോധനയിലും കടുവയെ കണ്ടു. രാവിലെ അവിടെയുള്ള ആളുകൾ ആ പ്രദേശത്ത് കടുവയുള്ളതായി പറയുകയും നമ്മൾ RRT ടീമിനെ അങ്ങോട്ട് അയക്കുകയും ചെയ്തിട്ടുള്ളതാണ്. RRT ടീം ആ സ്ഥലം പരിശോധിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ കടുവേനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കടുവേനെ അവിടെ നിന്ന് തുരുത്താനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ്. നിലമ്പൂർ അകമ്പാടത്ത് കാട്ടാനകൾ വീട്ടുമുറ്റത്തെത്തി. വീടിന്റെ മതിലും ഗേറ്റും തകർത്തു. ഇല്ലിക്കൽ ആദിലിന്റെ വീട്ടുമുറ്റത്താണ് ഇന്നലെ പുലർച്ചെ കാട്ടാന എത്തിയത്. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. തിരൂർക്കാട് കുറുക്കന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവർ ഇപ്പോഴും ചികിത്സയിലാണ്. വയനാട് വെള്ളമുണ്ടയിലാകട്ടെ പശുക്കിടാവിനെ വന്യജീവി കടിച്ചുകൊന്നു. കടുവയെ കൂടി കണ്ടതോടെ പേടി കൂടുകയാണ്. ദിവസവും വന്യമൃഗങ്ങൾ നാട്ടിലെത്തി വിറപ്പിക്കുന്നുണ്ട്. ശാശ്വത പരിഹാരം വേണമെന്ന് നമ്മൾ പറയുന്നുമുണ്ട്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലപ്പോഴും ജീവൻ നഷ്ടപ്പെടാത്തത്. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം.